എല്ലാ മനുഷ്യരെയും പോലെ രാജേഷിനുമുണ്ടായിരുന്നു ഒട്ടേറെ സ്വപ്നങ്ങൾ. കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം. ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള ആ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു രാജേഷ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ഓരോ തവണ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കുമടി എന്ന പ്രതീക്ഷയായിരുന്നു ഭാര്യയോട് പങ്കുവച്ചിരുന്നതും. അതിനുവേണ്ടിയായിരുന്നു രാജേഷിൻ്റെ രാപ്പകലില്ലാത്ത അധ്വാനം മുഴുവൻ. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഒരിറ്റു ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞവരെ രക്ഷിക്കുവാൻ വെള്ളത്തിലേക്ക് എടുത്തുചാടിയ രാജേഷിന് സ്വന്തം പ്രാണൻ തന്നെ നഷ്ടമായപ്പോൾ ഇല്ലാതായത് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ്. ഒരാഴ്ച മുമ്പായിരുന്നു രാജേഷ് അവസാനമായി വീട്ടിൽ വന്ന് മടങ്ങിയത്. മക്കൾക്ക് ഓൺലൈൻ വഴി ഇഷ്ടപ്പെട്ട ഭക്ഷണവും വാങ്ങി നൽകിയ ശേഷമാണ് അന്ന് മടങ്ങിയത്. രാജേഷിന്റെ അനുജൻ 2 വർഷം മുൻപാണ് മരിച്ചത്. കൊച്ചച്ഛനെ ഏറെ ഇഷ്ടമായിരുന്ന രാജേഷിന്റെ മക്കൾ അന്നിനി കൊച്ചച്ഛനില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അച്ഛനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചായിരുന്നു രാജേഷ് മടങ്ങിയത്. എന്നാൽ ഇപ്പോൾ തൻ്റെ മക്കൾക്ക് അതും ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞാണ് ഭാര്യ ഷാഫിയ നെഞ്ചുപൊട്ടി കരയുന്നത്. പലരിൽ നിന്നും കടം വാങ്ങിയാണ് പല സംരംഭങ്ങളും രാജേഷ് ആരംഭിച്ചത്. ഓരോന്നും തുടങ്ങുമ്പോൾ ഇതോടെ രക്ഷപ്പെടുമെന്ന് പറയുമായിരുന്നു. അവസാനമായി 2 മാസം മുൻപാണ് കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളിയിൽ അഡ്വഞ്ചർ സ്പോർട്സ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. 3 നാൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച ഒഴുക്കിൽപ്പെട്ട രാജേഷിന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്.